ദൈവകൃപയിൽ ആശ്രയിക്കുന്ന രാത്രി ദൈവവചന ശുശ്രൂഷയ്ക്കായി തന്നിരിക്കുന്ന സമയത്ത് ഈ പ്രാർത്ഥനാ ടീമിന്റെ തീമായി തന്നിരിക്കുന്ന മെസ്സേജിനോട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങളെ പങ്കുവയ്ക്കുവാനാണ് ഞാൻ കർത്താവിൽ താല്പര്യപ്പെടുന്നത്. परमेश्वर ने दिया हुआ इस वचन को आज जो दिया हुआ थीम के अनुसार उसके आगे वचन से बातें करने के लिए प्रभु मैं चाहता हूँ. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വിഷയമാണ് പ്രാർത്ഥനയ്ക്കായി എടുത്തത് എന്നതിനായി ദൈവത്തെ സ്തുതിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെയും പ്രാർത്ഥിപ്പാൻ ദൈവമക്കളെ സഹായിച്ചല്ലോ. അതിനായി ദൈവത്തിൽ സ്തോത്രം ചെയ്യുന്നു. बहुत आशीष भरा हुआ एक प्रार्थना निवेदन लेकर प्रार्थना किया है, उसके लिए प्रभु सबको आशीष किया भी है. നമ്മൾ പലപ്പോഴും ഉരുവിടുന്ന വാക്യങ്ങളാണ് ഇവിടെ നമ്മൾ ഇതിന്റെ വിഷയമായിട്ട് എടുത്തിരിക്കുന്നത്. ഇത് പറയുന്നത് എപ്പോഴും സന്തോഷിപ്പീൻ, ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ, എല്ലാറ്റിനും സ്തോത്രം ചെയ്യുകയും ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തുയേശുവിൽ ദൈവേഷ്ടം എന്നാണ് ഈ വചനത്തിന്റെ തീമിന്റെ ഉൾക്കാതലായിട്ടുള്ള വിഷയം. हमें इस वचन का जो हमें थीम है कि हमें हर समय परमेश्वर को धन्यवाद करते रहे, हर एक बातों के लिए परमेश्वर और आनंद बनाए, हर बातों के लिए परमेश्वर को धन्यवाद करे. ये है परमेश्वर आपके हमारे बारे में जो परमेश्वर का इच्छा है करके वचन कहता है. ദൈവത്തിന്റെ ഇഷ്ടം എന്താകുമെന്ന് അറിയാൻ നമുക്കെല്ലാവർക്കും വളരെ താല്പര്യമുള്ളവരാണ്. परमेश्वर का इच्छा क्या है करके समझने के लिए हम सब लोग चाहते हैं. നമ്മുടെ എല്ലാം പ്രാർത്ഥനയിലുണ്ട്, കർത്താവെ നിന്റെ ഇഷ്ടം ഞങ്ങളെ അറിയിക്കണമേ എന്ന് നാം പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. हम प्रार्थना करते हैं कि हे प्रभु आपका इच्छा क्या है हमें बताइए. എന്നാൽ എന്താണ് ദൈവത്തിന്റെ ഇഷ്ടം എന്ന് ഈ തെസ്സലോനിക്ക ലേഖനത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. लेकिन परमेश्वर का इच्छा क्या है करके परमेश्वर के वचन में तेस्सलोनिके पत्र में लिखा हुआ है. പൊതുവെ നമ്മള് ഈ എല്ലാറ്റിനും സ്തോത്രം ചെയ്യുന്നുള്ള ഭാഗം എടുത്തതല്ലോ നിങ്ങളെ കുറിച്ച് ദൈവത്തിന്റെ ഇഷ്ടം എന്നുള്ള ഭാഗം കൊണ്ടാണ് നമ്മൾ അവസാനിപ്പിക്കുന്നത്. അതിന് മുമ്പിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും നാം പലപ്പോഴും എടുത്ത് ചിന്തിക്കാറില്ല. जो हमें परमेश्वर सभी विषय के लिए धन्यवाद करने के लिए कहता है, लेकिन परमेश्वर का इच्छा है करके जो दिया हुआ शब्दों को लेकर हम ज्यादा नहीं चर्चा करता है. ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ ശുദ്ധീകരണത്തിൽ തുടങ്ങി നമ്മുടെ ശുദ്ധീകരണത്തിന്റെ പൂർത്തീകരണത്തിലെത്തുക എന്നുള്ളതാണ് ദൈവേഷ്ടം. परमेश्वर का इच्छा यह है कि हमारा शुद्धिकरण का शुरुआत करके उसका संपूर्णता में पहुंचन. അപ്പോൾ അതാണ് ദൈവത്തിന്റെ ഇഷ്ടം. നമ്മെ പാപിയായിരുന്ന മനുഷ്യനെ നാം സൃഷ്ടിക്കപ്പെട്ടു, പാപിയായി തീർന്നു, നമ്മെ വീണ്ടെടുത്ത് വിശുദ്ധീകരിച്ച് നമ്മെ എങ്ങനെ ദൈവത്തിന്റെ തേജസ്സിന്റെ മക്കളാക്കി തീർക്കാം, അത് എന്താകുന്നു അതിനുള്ള ദൈവേഷ്ടം എന്നാണ് ഈ 4-5 അധ്യായങ്ങളിൽ പൗലോസിലൂടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 4-5 अध्याय में पौलुस के द्वारा ये लिखा गया है कि जैसे परमेश्वर ने हमें सृष्टि किया है, हम पाप में गिर गया है और पाप से हमें शुद्धिकरण करके पवित्र बना के ले आना, यह है परमेश्वर का इच्छा है यहाँ पर लिखा है. അപ്പോൾ ദൈവത്തിന്റെ പ്രത്യക്ഷതയിൽ നമ്മൾ കൂടി ദൈവത്തോട് വരണം, അതിനുള്ള തികവിലേക്ക് എത്തിക്കണം, നമ്മുടെ കുറവുകളെ പരിഹരിക്കണം. അതായിരുന്നു പ്രാർത്ഥനയുടെ അപ്പോസ്തലന്മാരുടെ പ്രാർത്ഥനയുടെ മുഖ്യ ലക്ഷ്യം. पैगंबरों की प्रार्थना का मुख्य लक्ष्य है कि हमें जो परमेश्वर का इच्छा में परमेश्वर ने जो चाहता है उसी परिपूर्णता में हम सिद्ध होकर आना है. അതിന്റെ 3-ാം 11-ാം വാക്യം, ഇനി നിങ്ങളുടെ മുഖം കാണുവാനും നിങ്ങളുടെ വിശ്വാസത്തിന്റെ കുറവ് തീർപ്പാനുമായി ഞങ്ങൾ രാവും പകലും വളരെ താല്പര്യത്തോടെ പ്രാർത്ഥിച്ചു പോരുന്നു. हमें 3रा अध्याय उसके हमें गहराई में कहता है हम तुम्हारे पास आने के लिए हम प्रेषण हम दिन रात बहुत परिश्रम करेंगे. അപ്പോൾ നമ്മുടെ കുറവ് തീർക്കാൻ വേണ്ടിയുള്ള അതിനു വേണ്ടിയാണ് അപ്പോസ്തലന്മാരായിരിക്കുന്ന അവർ രാവും പകലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. हमारा जो कमी घटियों को पूरी करने के लिए प्रेरित लोग दिन रात प्रार्थना करते थे. ഈ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 1-ാമത്തെ ലേഖനം, ആ പുസ്തകം യേശുക്രിസ്തുവിന്റെ മധ്യാകാശം അഥവാ കർത്താവ് തന്റെ സഭയെ ചേർക്കാൻ വേണ്ടി വരുന്നതിനെ കുറിച്ചാണ്. ഒന്നാമത്തെ തെസ്സലോനിക്ക ലേഖനത്തിന്റെ രേഖപ്പെടുത്തിയ പ്രധാന സംഭവമെങ്കിൽ 2-ാമത്തെ തെസ്സലോനിക്ക ലേഖനത്തിന്റെ പ്രധാന വിഷയം യേശുക്രിസ്തുവിന്റെ 2-ാമത്തെ വരവിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ്. पहले तेस्सलोनिका जो किताब लिखा हुआ है कि यीशु मसीह के आगमन के बारे में जो बादलों पर प्रकट होने का, लेकिन दूसरा अध्याय में यीशु मसीह के दूसरे आगमन के बारे में लिखा हुआ है. ഈ ലേഖനം എഴുതിയിരിക്കുന്ന തെസ്സലോനിക്ക സഭയെക്കുറിച്ച് നോക്കിയാൽ അവരുടെ ആരംഭം അത്ര നല്ല രീതിയിലുള്ള ഒരു ആരംഭമായിരുന്നില്ല. जिसका कलीसिया के लिए पत्र लिखा है उस कलीसिया के बारे में देखिएगा तो उनका शुरुआत इतना अच्छा नहीं था.
അത് അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 17-ാം അധ്യായം 11-ാം വാക്യത്തിൽ നമുക്കറിയാം. അവിടെ പറഞ്ഞിരിക്കുന്നത് ഈ ബെരോവയിലുള്ളവർ ഉത്തമന്മാരായിരുന്നു, എന്നാൽ തെസ്സലോനിക്കയിൽ ഉള്ളവർ ഉത്തമന്മാരല്ല എന്ന് പൗലോസ് അന്ന് അവരോട് പറയുവാനിടയാക്കും. प्रेरितों के काम 17 अध्याय उसके 11वां आयत में देखिएगा तो हमें जो तस्सलोनिकी जो यहूदी लोग हमें भले थे और उन्हें बड़ी लालसा और वचन ग्रहण करने वाला था करके लिखा है. അവരോട് പറഞ്ഞത് നിങ്ങൾ ബെരോബയിലുള്ളവർ ഉത്തമന്മാരായിരുന്നു, അവർ ദൈവത്തിന്റെ വചനം കേൾക്കുക മാത്രമല്ല അതങ്ങനെ തന്നെ പരിശോധിക്കുക കൂടി ചെയ്തു എന്ന് പറഞ്ഞ് ബെരോബയിലുള്ളവരെ പൗലോസ് അവരെ കുറിച്ചുള്ള സാക്ഷ്യം പറഞ്ഞ് കേൾക്കാൻ സാധിക്കും. और बराबर के लोगों के बारे में ऐसा लिखा है कि उन्हीं लोग जो परमेश्वर के वचन सिर्फ सुनने वाला नहीं है, वैसा है क्या करके पढ़ने वाला भी था करके इन लोगों को बता रहा है. എന്നാൽ പിന്നീട് അവരുടെ കുറവ് മനസ്സിലാകുകയും അവര് മാതൃകയുള്ളവരായി തീരുകയും ചെയ്തു എന്നാണ് ഈ തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. बाद में उनके कमी घटियों को पूरी करके उन्हें लिखा हुआ है ये तेस्सलोनिके पत्री. അപ്പോൾ ദൈവത്തിന്റെ വചനത്തിലൂടെ നമ്മുടെ കുറവുകളെ വെളിപ്പെടുത്തുമ്പോൾ നാം ഒരിക്കലും അതിനോട് വിഘടിച്ചു പോവുകയല്ല ചെയ്യേണ്ടത്, അത് മനസ്സിലാക്കി പരിഹരിക്കുകയാണ് ചെയ്യേണ്ടത്. परमेश्वर के वचन हमारा कमी घटियों को प्रकट करने के समय हम उस वचन का सामना करना नहीं, वो वचन के अधीन में होकर अपने कमी घटियों को पूरी करके आगे बढ़ना है. അത് ഒന്നാമത്തെ 6-ാം വാക്യം ഞാൻ വായിച്ചിട്ട് അത് മാതൃകയായി തീർന്നു എന്നുള്ളത് കാണിച്ച ശേഷമായി ഞാൻ ഈ സബ്ജക്റ്റിലേക്ക് വരുന്നതായിരിക്കും. അതിന്റെ 7-ാം വാക്യം, അങ്ങനെ നിങ്ങൾ മക്കെദോന്യയിലും അഖായയിലും വിശ്വസിക്കുന്നവർക്ക് എല്ലാവർക്കും മാതൃകയായി തീർന്നു. इससे पहले तेस्सलोनिके पहला अध्याय उसके 7वां आयत में ऐसा लिखा है, यहाँ तक कि मकदोनिया और अकाई के सब विश्वासियों के लिए तुम एक आदर्श बने. എന്നാൽ പൗലോസ് ആദ്യം അവരെ കുറിച്ച് പറഞ്ഞ സാക്ഷ്യം നിങ്ങളെക്കാൾ ഉത്തമന്മാരാണ് ബെരോബയിലുള്ളവർ. पौलुस इनके बारे में पहले बोला हुआ गवाही ऐसा था कि तुमसे अच्छा था कि बरोबर के लोग. എന്നാൽ പിന്നീട് പറയുകയാണ്, നിങ്ങൾ മാതൃകയായി തീർന്നവണ്ണം ഞങ്ങളുടെ കുറവുകളെ പരിഹരിച്ച് മുന്നേറാൻ ദൈവം നിങ്ങളെ സഹായിച്ചു എന്നുള്ള സാക്ഷ്യമാണ് പൗലോസ് എടുത്തവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. की बात पौलुस कहता है कि तुम एक आदर्श बन चुके हैं और परमेश्वर ने तुम्हारा कमी घटियों को पूरी करके तुम्हें आगे बढ़ाया है कि पौलुस यहाँ पर लिखा है. നമ്മുടെ കുറവുകൾ മനസ്സിലാകും തോറും ദൈവം നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് നമ്മുടെ കുറവുകളെ കർത്താവ് വെളിപ്പെടുത്തുന്നത്. हमारा कमी घटियों को जब हम समझता है कि जो प्रभु हमें प्रेम करता है, इसलिए हमारा कमी घटियों को प्रकट किया जाता है. അപ്പോൾ കഴിഞ്ഞ ഒരു ദിവസം മുഴുവനായി പ്രാർത്ഥിച്ച ദൈവമക്കൾക്ക് പല ആവശ്യങ്ങൾ, പല ആഗ്രഹങ്ങൾ ദൈവത്തിൽ വെച്ച് പ്രാർത്ഥിച്ചു. അത് സുവിശേഷത്തോടും സഭയോടും വിവിധ വിഷയങ്ങളുള്ള ബന്ധത്തിൽ പ്രാർത്ഥിച്ചു എന്ന് എനിക്ക് നന്നായി അറിയാം. जो प्रार्थना किया हुआ आप लोग विविध अलग अलग विषयों को लेकर परमेश्वर के चरणों में रखे प्रार्थना किया है, आपका जरूरतों को प्रभु को बताया है. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന തെസ്സലോനിക്ക ലേഖനത്തിൽ യേശുക്രിസ്തുവിന്റെ മധ്യാകാശ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി നമ്മെ ഒരുക്കുവാൻ ആവശ്യമായ ദൈവേഷ്ടം എന്തായിരിക്കുന്നു എന്നാണ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. यहाँ पर जो परमेश्वर के उद्देश्य क्या है, हमें ये कलीसिया के बारे में यहाँ पर लिखा हुआ है. നമുക്ക് 4-ാം അധ്യായം അതിന്റെ 3-ാമത്തെ വാക്യം എല്ലാവർക്കും അറിയാം. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ എന്ന് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. 4 अध्याय उसका तीसरा आयत में हम देखते हैं कि जो प्रेस लॉर्ड परमेश्वर का इच्छा है कि तुम्हारा शुद्धीकरण. ഈ ഒരു ഒറ്റ വിഷയം കൊണ്ട് നമ്മൾ ആ സബ്ജക്ട് ക്ലോസ് ചെയ്യും, ബാക്കിയുള്ളത് വായിക്കത്തില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. हम एक ही विषय लेकर पढ़ के उधर समाप्त करता है, उसके आगे के बारे में नहीं सोचते. എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടം ശുദ്ധീകരണത്തിൽ മാത്രം നിൽക്കാതെ അത് അതിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്തണമെന്നാണ് 5-ാം അധ്യായം 23-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. जो 5वां अध्याय हमें 23 वचन में कहता है, परमेश्वर का इच्छा वहां पर हमें शुद्धिकरण में जो पूरी नहीं होना, उधर ही रुकना नहीं चाहिए और उसका पूर्तिकरण में पहुंचना चाहिए करके वचन करता है. അതിന് 5-ാമത്തെ 21-ാം വാക്യം, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ, നിങ്ങളുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പ്രത്യക്ഷയിൽ അനന്യമായി വെളിപ്പെടുമണ്ണം കാക്കപ്പെടുമാറാകട്ടെ. शांति का परमेश्वर आप भी तुम्हें पूरी रीति से पवित्र करे और तुम्हारी आत्मा और प्राण और देह हमारे प्रभु यीशु मसीह के आने तक पूरे पूरे और निर्दोष सुरक्षित रहे. 24-ാം വാക്യം വളരെ പ്രധാനമാണ്. ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു,
അവൻ അത് നിവർത്തിക്കും. इस 24वां आयत में जो एकदम हमें बहुमूल्य वचन लिखा है कि तुम्हारा बुलाने वाला सच्चा है और वह ऐसा ही करेगा. അപ്പൊ നമ്മെ വിളിച്ചിരിക്കുന്ന ദൈവം, വിശുദ്ധീകരണത്തിനായി വിളിച്ചിരിക്കുന്ന ദൈവം നമ്മളെ വിശുദ്ധീകരിച്ച് നമ്മെ പൂർണ്ണമായി മുഴുവനായി ശുദ്ധീകരിച്ച് തന്റെ പുത്രനോട് നമ്മെ സദൃശരാക്കി തീർക്കാനുള്ള സ്വർഗീയ വിളിയാണ് നമ്മൾ ഓരോരുത്തരും ഉള്ളത്. पवित्रवाई के लिए बुलाए वो परमेश्वर हमें संबोधित से पवित्र करके उसे स्वर्गीय आमेन आवारिश में लेने के लिए परमेश्वर विश्वस्त है. ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് ഒരാൾ വരുന്നതിന്റെ ഉദ്ദേശം ഭൗതിക നന്മകളുടെ നേട്ടങ്ങൾക്ക് വേണ്ടിയല്ല ഒരാൾ എത്തിച്ചേരുന്നത്. मसीह विश्वास में एक व्यक्ति आता है जो यह दुनिया की आर्थिक आशीषों के पीछे नहीं. അത് നമുക്ക് പിന്നാലെ വരും. എന്നാൽ ഏറ്റവും കാതലായ വിഷയം ദൈവത്തിന് നമ്മെ അവനോട് കൂടി ഇരുത്തുവാനുള്ള ദൈവിക ആഗ്രഹമുണ്ട്. അത് നിറവേറപ്പെടണം. അവന്റെ സിംഹാസനത്തിൽ ഇരുത്താൻ വേണ്ടിയാണ് തന്റെ പുത്രനെ ലോകത്തിലേക്ക് പാപത്തിന് പരിഹാരമായിട്ട് ഈ ലോകത്തിലേക്ക് അയക്കാനിടയായത്. क्योंकि दुनिया की आशीष उसके पीछे आएंगे, लेकिन परमेश्वर ये चाहता है कि उन्हें शुद्ध करके परमेश्वर के उस सिंहासन पर जो हमेशा के लिए बिठाना ये प्रभु का इच्छा है. ഇബ്രാഹിം പറയുന്നത് അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുമ്പോൾ അവരുടെ രക്ഷാ നായകനെ കഷ്ടങ്ങളാൽ തികഞ്ഞതാകുന്ന യുക്തമായിരുന്നു എന്നാണ് ഇബ്രാഹിം ലേഖനത്തിൽ പൗലോസ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. दानियल पत्री में पौलुस से लिखा गया है कि अनेक लोगों के जो छुटकारे के लिए उनका जो नायक है, हमें जो प्रभु को तकलीफ के द्वारा उन्हें उस समस्या के द्वारा बाकी लोगों को बचाना है करके परमेश्वर का इच्छा लिखा है. ഒന്നുകൂടി ഞാൻ അതിന്റെ പ്രാധാന്യത എടുത്തയക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മെ വിളിച്ചിരിക്കുന്നത് കർത്താവിനെ അയച്ചത് നമ്മെ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നയിക്കുന്നതിന് വേണ്ടി, അനേകം പുത്രന്മാരെ അതിശ്രേഷ്ഠമായിരിക്കുന്ന സ്വർഗീയ സിംഹാസനത്തിലേക്ക് നയിക്കേണ്ടതിന് വേണ്ടിയാണ് യേശു കഷ്ടം സഹിച്ചത്. अनेक पुत्रों को जो महिमा के सिंहासन के और ले जाने के लिए यीशु मसीह कष्ट उठाया गया. അപ്പോൾ നമ്മെ വിശുദ്ധീകരിച്ച് നമ്മെ വളർത്തി അവനോട് കൂടെ ഇരുത്തണം എന്നുള്ളതാണ് ദൈവത്തിന്റെ ഇഷ്ടം. അത് എങ്ങനെയായി തീരണം, എങ്ങനെ ഒരു വിശ്വാസി ജീവിക്കണം എന്നുള്ളതിനെ കുറിച്ചാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതേക്കുറിച്ചാണ് ദൈവം എന്ന് പറഞ്ഞിരിക്കുന്നത്. हमें पवित्र करके हमें जैसे संपूर्ण शुद्धिकरण करके उनके साथ बिताना है, वो उनकी इच्छा है. वो कैसा होना चाहिए, किसी रीति से उन्हें लेके जा सकता है, उसी विषय में परमेश्वर की इच्छा का बारे में लिखा है. മറ്റ് എന്തിനേക്കാളും ശ്രേഷ്ഠമേറിയ നാം അറിഞ്ഞിരിക്കേണ്ട കാര്യം നമ്മുടെ വിളിയുടെ ആ സ്വർഗീയ മഹിമ മനസ്സിലാക്കി അതനുസരിച്ച് നാം ജീവിക്കുക എന്നുള്ളതാണ് ദൈവത്തിന്റെ ഇഷ്ടം. स्वर्गीय बुलाहट को समझकर उसके अनुसार जीना है परमेश्वर का इच्छा. एक है सबसे बड़ी बात. അതിന് 21 കാര്യങ്ങളാണ് ഈ 4-5 അധ്യായങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ये 4-5 अध्याय में उसके बारे में 21 बातों को लिखा गया है. ഞാനത് മുഴുവനും എടുത്ത് സംസാരിക്കാൻ ഞങ്ങൾക്കറിയാം. അത്രയും സബ്ജക്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റത്തില്ലെങ്കിലും അത് എന്തൊക്കെയാണെന്ന് മാത്രം പറഞ്ഞ് ഞാനിന്ന് സന്ദേശം അവസാനിപ്പിക്കാൻ. ബാക്കിയുള്ളത് നിങ്ങൾക്കത് വായിച്ച് ഗ്രഹിച്ചെടുക്കാൻ സാധിക്കും. अब इन पूरा लेने के लिए नहीं चाहता हूँ, लेकिन उसमें से क्या है करके कुछ बातों को बता के आपको समझाना चाहता हूँ. बाद में आप लोग पढ़ के उसका हमें प्राप्त किया जाए. അതിന്റെ 4-ാം അധ്യായം 1 മുതൽ അതിന്റെ 8 വരെയുള്ള ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ പേഴ്സണൽ ആയിട്ടുള്ള ശുദ്ധീകരണവും കുടുംബ ജീവിതത്തിലുള്ള വിശുദ്ധ ജീവിതത്തെ കുറിച്ചുമാണ് അതിന്റെ 4-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങളിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 4 अध्याय उसके पहले आयत से लेके 8 आयत तक जो लिखा हुआ है हमारा शुद्धिकरण या परिवार शुद्धिकरण के बारे में लिखा है. അപ്പൊ നമ്മെ ദൈവം ശുദ്ധീകരിച്ചു. ദൈവം നമ്മെ അതാണ് ദൈവത്തിന് ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. എന്നിട്ട് പറയാൻ 2-ാമത്തെ കാര്യം പറയാണ്, നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തരും ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല വിശുദ്ധീകരണത്തിലും മാനത്തിലും താൻ തന്റെ പാത്രത്തെ നേടിക്കൊള്ളട്ടെ എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. എങ്ങനെ കുടുംബജീവിതം ദുർനടപ്പ് ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ദൈവം ഓരോരുത്തർക്ക് ഭർത്താവിനെ ഭാര്യയെ തന്നിരിക്കുന്നത്. हमें ये परिवार में कैसा पवित्रीकरण के साथ आगे बढ़ना है, क्योंकि यहाँ पर कहता है कि तुम्हारा परमेश्वर का इच्छा तुम्हारा पवित्र बनाओ, अर्थात विचार से बचे रहो और जो जातियों के समान तुम ना बनो, जातियों के सदृश ना बनो. तुम परमेश्वर के आदर्श में पवित्र बन के आगे बढ़ना है. उसके लिए एक आदमी को एक आमेन औरत या पति पत्नी को बना के वो परिवार पवित्र होकर आगे बढ़ने के लिए परमेश्वर ने ऐसा किया है.
അപ്പോൾ ദൈവത്തിന് ഇഷ്ടം നമ്മെ ഓരോരുത്തരെയും ദൈവം നമ്മളെ ശുദ്ധീകരിച്ചു. നമുക്കറിയാം ശുദ്ധീകരണം എങ്ങനെയാണ്. അത് എടുത്താൽ നമുക്കറിയാവുന്ന കാര്യമാണ്, ആരും പോകുന്നില്ല. കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് നമ്മുടെ അന്ന് വരെയുള്ള നാം രക്ഷിക്കപ്പെട്ട സമയമുള്ള പാപത്തെ ദൈവം കഴുകിക്കളഞ്ഞ് നമ്മളെ ശുദ്ധീകരിച്ച് നമ്മുടെ ദൈവത്തിന്റെ മക്കളാക്കി തീർക്കുവാൻ ദൈവത്തിന്റെ പ്രസാദം. क्या है करके हम जानते हैं कि जो मेमना के लहू से हमें पवित्र करके हमें प्रेस लॉर्ड जो परमेश्वर का योग्य बनकर जो पवित्र बनाकर हमें खड़ा किया है. അപ്പോൾ ദൈവം നമ്മളെ വ്യക്തിപരമായിട്ട് നമ്മളെ ശുദ്ധീകരിച്ചതിന് ശേഷമായി കുടുംബത്തോടുള്ള ബന്ധത്തിൽ നമ്മുടെ കുടുംബജീവിതം എപ്പോഴും വിശുദ്ധമായിരിക്കണം, ശുദ്ധീകരണമുള്ളതായിരിക്കണമെന്നാണ് അതിന്റെ തുടർന്നുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. आमीन. परमेश्वर ने हमें व्यक्तिगत तौर से शुद्धिकरण किया है. उसकी बात है जो परिवारी रीति से भी हमें पवित्रताई में कैसा आगे बढ़ना है उसके आगे के वचनों में लिखा है. അതിന്റെ 9 മുതൽ അതിന്റെ 12 വരെയുള്ള വാക്യങ്ങളുടെ സംക്ഷിപ്ത രൂപം ഇത്രയുമാണ്. അത് ദൈവസഭയിൽ നമ്മൾ എങ്ങനെ പെരുമാറണം, അതുപോലെ പുറത്തുള്ളവരോട് നമ്മൾ എങ്ങനെ പെരുമാറണം എന്ന്, അത് ദൈവത്തിന്റെ ഇഷ്ടം എന്താകുന്നു എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 9 का 12 से लिखा हुआ है हम कलीसिया में कैसा व्यवहार करना है, बाहर के लोगों के साथ कैसा व्यवहार करना है, उसमें परमेश्वर की इच्छा क्या है वो लिखा है. അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം നമ്മുടെ കുടുംബജീവിതം എങ്ങനെയായിരിക്കണം, നമ്മുടെ വ്യക്തിപരമായ ജീവിതം എങ്ങനെയായിരിക്കണം, നമ്മുടെ നാം സഭയുമായിട്ടുള്ള രീതിയിൽ എങ്ങനെ ജീവിക്കണം, മറ്റുള്ളവരോട് എങ്ങനെ ഇടപെടണം, അതൊക്കെ ദൈവത്തിന്റെ ഇഷ്ടപ്രകാരമായിരിക്കണം എന്നാണ് ഇവിടെ ഓരോരോ കാര്യങ്ങളെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നത്. व्यक्तिगत तौर से हम कैसा रहना चाहिए, पारिवारिक जीवन के तौर से हम कैसा रहना चाहिए, कलीसिया के अंदर हम कैसा रहना है, बाहर कैसा रहना है, ये सारे बातों परमेश्वर के इच्छा के अनुसार हम चलना चाहिए यहाँ पर लिखा हुआ है. സഭയ്ക്കകത്ത് നമുക്കുണ്ടായിരിക്കേണ്ടത് ഇല്ലാത്തത് ഈ സഹോദര പ്രീതി കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. आज देती हुई एक बात है किंतु ये भाईचारी प्रीति. കർത്താവ് വരുമ്പോൾ പോകണമെങ്കിൽ നാം കുറവില്ലാത്തവരായിട്ടിടണം. അതുകൊണ്ടാണ് ദൈവബന്ധം. प्रभु आने के समय हम उनके साथ जाना चाहिए, इसी के लिए पवित्र आत्मा यह सब कुछ लिखे रखा है. ഇവിടെ പറയാം, സഹോദര പ്രീതിയെ കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ ആവശ്യമില്ല. അന്യോന്യം സ്നേഹിപ്പാൻ നിങ്ങൾ ദൈവത്താൽ ഉപദേശം പ്രാപിച്ചല്ലാതെ മക്കധോനിയിൽ എങ്ങുമുള്ള സഹോദരന്മാരോടൊക്കെയും അങ്ങനെ ആചരിച്ചും പോരുന്നുവല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം ഇവിടെ വളരെ അധികമായി വർദ്ധിച്ചോടെ ഇവരുടെ മാതൃകാ സഭയായതുകൊണ്ട് പൗലോസ് നോക്കി പറയുക, നിങ്ങൾക്ക് സഹോദര സ്നേഹത്തെ കുറിച്ച് ഞാൻ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, നിങ്ങളത് അനുവർത്തിച്ചു വരുന്നു, അത് अधिकമായി വർദ്ധിച്ചോണം, കുറഞ്ഞു പോകരുത് മക്കധോന്യ സഭകളെ എന്നാണ് പൗലോസോട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. पौलुस कहता है कि किंतु जो भाईचारी प्रीति के विषय में यह आवश्यक नहीं कि मैं तुम्हें तुम्हारे पास लिखूं, क्योंकि आपस में जो प्रेम रखना तुम्हें से आपस में परमेश्वर से सीखा हुआ है और ये भी नहीं करता भी हो, जो परमेश्वर की इच्छा के अनुसार जो भाईचारी प्रीति रखकर उन लोग आगे बढ़ता है करके വാക്യങ്ങൾ സഭയ്ക്കകത്തുള്ള സഹോദര പ്രീതി, ബ്രദർലി ലവ് എങ്ങനെയായിരിക്കണം, സഭയ്ക്കകത്ത് ക്രിസ്തുവിന്റെ സ്നേഹം പ്രദർശിപ്പിക്കുന്നതായിരിക്കണം. 10 आयत में लिखा है कि जो भाईचारी प्रीति कैसा रखना है कलीसिया के अंदर, आमीन, आपस में कैसा प्रेम करना है करके यहाँ पर लिखा है. രാത്രിയിൽ നമുക്ക് ചിന്തിക്കണം, നാം സഹോദര പ്രീതിയുള്ളവരാണോ, ദൈവസ്വരുള്ളവരെ സ്നേഹിക്കാൻ കഴിയുന്നുണ്ടോ, ക്രിസ്തുവിന്റെ സ്നേഹം പ്രദർശിപ്പിക്കാൻ കഴിയുന്നില്ലെങ്കിൽ രാത്രിയിൽ നമ്മുടെ കുറവുകളെ ദൈവം अपने आप को देखना है कि हम भाईचारी प्रीति रखा है क्या, हम एक दूसरे से प्रेम करते हैं क्या, नहीं तो परमेश्वर की आत्मा आज रात को हमें याद दिलाता है. നാലാമത്തെ കാര്യം, ദൈവത്തിന്റെ ഇഷ്ടം പുറത്തുള്ളവരോട് നമ്മൾ എങ്ങനെ ഇടപെടണം എന്നാണ് നാലാമത്തെ കാര്യമായി പറഞ്ഞിരിക്കുന്നത് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത്, പുറത്ത് നമ്മൾ സഭയ്ക്ക് വെളിയിലുള്ള സൊസൈറ്റിയുമായിട്ട് മറ്റുള്ളവരായിട്ട് എങ്ങനെ ഇടപെടണമെന്നാണ് അതിന്റെ 11 മുതൽ 11-12 വാക്യങ്ങൾ പറഞ്ഞത്. उसके जो 11-12 वचनों में ये लिखा है कि बाहर के लोगों के साथ हम कैसा व्यवहार करना है, उनके साथ हम कैसा रहना है करके यहाँ पर लिखा है. ഇവിടെ പറഞ്ഞിരിക്കുന്നത് പുറത്തുള്ളവരോട് മര്യാദയായി നടപ്പാനും ഒന്നിനും മുട്ടില്ലാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ആജ്ഞാപിച്ചതുപോലെ അടങ്ങി പാർക്കുവാനും സ്വന്തം കാര്യം നോക്കുവാനും
സ്വന്തം കൈകൊണ്ട് വേല ചെയ്യുവാനും അഭിമാനം തോന്നണം. പുറത്തോട് പറയുമ്പോൾ പുറത്തോട് ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്ന ഇക്കാര്യങ്ങളാണ് നാം മര്യാദയായി നടക്കുന്നത്. के लोगों के बारे में लिखने की समय उसके 11 आयत में लिखा है, और जैसी हमने तुम्हें आज्ञा दी वैसे ही चुपचाप रहने और अपना अपना काम काज करने और अपने अपने हाथों से कमाने की प्रयत्न करो। ये है पर पौलुस हमें बाहर के लोगों के बारे में किसी व्यवहार करना है लिखा है। ചിലർക്ക് സഭയ്ക്കകത്ത് വരുമ്പോൾ ഫാസ്റ്റിംഗ് പ്രയറിലൊക്കെ ഒരുപക്ഷെ മര്യാദ കാണും, പക്ഷെ വെളിയിലോട്ട് ഇറങ്ങി കഴിയുമ്പോഴത്തേന് ആ പഠിച്ചതും പ്രാപിച്ചെല്ലാം മാറി മര്യാദ കെട്ടാണ് അനേകരും പോകുന്നത്. लोग जो उपवास प्रार्थना में आने के समय एकदम अच्छे से रहता है, बाहर वालों के साथ जैसा जो सभ्यता से रहता है, लेकिन जब प्रार्थना होके जाने के समय उनका सभ्यता सब चले जाता है। ഇവിടെ പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴും ദൈവത്തിന്റെ ഇഷ്ടം നാം ഈ പറഞ്ഞിരിക്കുന്ന പോലെ അടങ്ങിപ്പാർക്കണം, സ്വന്തം കാര്യം നോക്കണം, സ്വന്തം കൈ കൊണ്ട് അധ്വാനിച്ച് ഒന്നിനും മുട്ടില്ലാതിരിക്കത്തക്കവണ്ണം നാം മാതൃകയായി മര്യാദയായി നാം മറ്റുള്ളവർക്ക് മാതൃകയായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. तो परमेश्वर हमसे ये चाहता है कि जैसे हम चुपचाप रहना है, अपना अपना कामकाज करना है, अपना अपना हाथों से कमाना प्रयत्न करना चाहिए, और जो हमें बाहर वालों के साथ भी सभ्यता से चलने के लिए हम कोशिश करना, ये प्रभु चाहता है। നമ്മൾ പലപ്പോഴും ചോദിച്ചിട്ടുണ്ട്, കർത്താവേ നിന്റെ ഇഷ്ടം ഞങ്ങളെ പഠിപ്പിക്കണമേ, നിന്റെ ഇഷ്ടം ഞങ്ങളെ കേൾപ്പിക്കണമേ എന്നൊക്കെ നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ? രാത്രിയിൽ ദൈവത്തിന്റെ ഇഷ്ടം നമ്മളോട് നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തോടുള്ള ബന്ധത്തിൽ, കുടുംബജീവിതത്തോടുള്ള ബന്ധത്തിൽ, സഭയോടുള്ള ബന്ധത്തിൽ, മറ്റുള്ള പുറത്തുള്ളവരുടെ ബന്ധത്തിൽ ദൈവത്തിന്റെ ആത്മാവ് നമ്മെ ഇന്ന് ഈ രാത്രിയിൽ നമ്മെ ഓർമ്മിച്ചുകൊണ്ട് प्रार्थना करता है कि प्रभु आपका इच्छा हमें सिखाओ, हमें बताओ करके, लेकिन प्रभु ने आज रात को हमें बता रहा है कि प्रभु का इच्छा कैसा है, हमें किस रीति से हम चलना चाहिए, बाहर वालों के साथ अंदर वालों के साथ हम कैसा व्यवहार करना है, ये प्रभु अपने इच्छाओं को आज रात को हमें प्रकट करता है। അതിന്റെ അഞ്ചാമത്തെ ദൈവത്തിന്റെ ഇഷ്ടം ഇവിടെ പറഞ്ഞിരിക്കുന്നത് മരണാനന്തര ജീവിതത്തെ കുറിച്ചുള്ള പ്രത്യാശയുള്ളവരായിരിക്കണം, അതുകൊണ്ട് നാം ദുഃഖിക്കുന്നവരാകരുതെന്നാണ് അതിന്റെ അഞ്ചാമത്തെ കാര്യമായി 4-ാം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. हमें उसका जो पांचवी बात हमें 13 से 18 तक आयत को हम पढ़ेगा तो वहां पर लिखा है, मृत्यु की बात जो क्या होने वाला है, किसी जीवन जिएंगे उसके बारे में लिखा है। നിങ്ങൾ പ്രത്യാശയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കാതിരിക്കേണ്ടത്, മൃത്യുവിനെ കുറിച്ച് അറിവില്ലാതിരിക്കുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. लोग जो आशा रहित दूसरा लोगों के जैसा तुम रोते हुए ना बैठने के लिए हम चाहते। രണ്ട് രീതിയിലുള്ള ദുഃഖമുണ്ട്. ഏത് വേർപാടും ദുഃഖകരമാണ്. പക്ഷേ നമുക്കറിയാം, ഒരു ക്രിസ്തീയ വേർപാട് കുടുംബം, ആ സന്ദർഭം അവിടെ ദുഃഖമുണ്ടെങ്കിലും പ്രത്യാശയുണ്ട്. എന്നാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ അവിടെ ദുഃഖം മാത്രമേ ഉള്ളൂ, പ്രത്യാശയില്ല. जो हमें अलगदाई होना दोनों तरीका से दुख होता है। एक जो मसीह परिवार में एक व्यक्ति अगर चले जाता है तो दुख होता है, लेकिन उनके जीवन में आशा भी होता है। लेकिन दूसरे लोगों के जीवन में अगर कोई मर जाएगा तो उनको आशा नहीं है, सिर्फ दुखी रहता है। രാത്രി ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നാം ദുഃഖമുണ്ട് എങ്കിലും ആ ദുഃഖം നമുക്കറിയാം അതിനപ്പുറമായൊരു നിത്യബന്ധമുണ്ട്. ഇവിടെ കൊണ്ട് തീർന്നു പോകുന്നതല്ല എന്നുള്ള മരണാനന്തര പ്രത്യാശ ഉള്ളവരായിരിക്കണമെന്ന് ദൈവം ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ആഗ്രഹത്തെ വെളിപ്പെടുത്തുകയാണ്. मैं बताना चाहता हूँ कि हमारा जीवन में दुख होता है, लेकिन वो दुख स्थायी नहीं है, क्योंकि वो मृत्यु के बाद एक आनंदता का एक जीवन है प्रभु के साथ, उसी में हमारा आशा बनी रहती है। അങ്ങനെ നിദ്ര കൊണ്ടുവരെ കുറിച്ച് മരണാനന്തര പ്രത്യാശ ഉണ്ടപ്പോൾ നമുക്ക് ജീവനോട് ഇരിക്കുമ്പോൾ തന്നെ ഈ പ്രത്യാശ ഉണ്ടായിരിക്കണം. ഇവിടുന്ന് മാറ്റപ്പെട്ടാൽ എനിക്ക് എത്തേണ്ട സ്ഥലത്ത് എത്താൻ വേണ്ടി ദൈവത്തോടു കൂടെ ഞാൻ എന്നേക്കും ഇരിക്കാൻ വേണ്ടിയാണ് ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെടുന്നെന്നുള്ള കാര്യം എല്ലാ വിശ്വാസിയും അറിഞ്ഞിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. परमेश्वर ये चाहता है कि जो मृत्यु की बात जो प्रभु में सोने की बात जो हमेशा के लिए प्रभु के संग रहने वाला है, उसी के लिए ये दुनिया से अलग हो जाता है, नहीं तो यहाँ से मर जाता है करके हर एक विश्वासी जानना चाहिए। ഞാൻ ഈ ക്ലാസ്സിൽ ഇന്നത്തെ മെസ്സേജിൽ ഇതിന്റെ കണ്ടൻസ് മാത്രമേ പറഞ്ഞു പോകുന്നുള്ളൂ, വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. आज के संदेश का हमें एकदम प्राधान्य जो बातों को बोल के जा रहा हूँ उसका मैं व्याख्यान में जाने नहीं चाहता हूँ, കാരണം അതിന് നമുക്ക് ഒരുപാട് സമയം വേണം. എന്നാൽ ഇതിന്റെ പ്രധാനമായിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന്റെ ഇഷ്ടം, ദൈവമേ എനിക്ക്
എനിക്ക് അറിഞ്ഞു തരണം, എനിക്ക് വെളിപ്പെടുത്തണം എന്ന് പറയുമ്പോൾ ദൈവം പറയും, നാം എപ്പോഴും പ്രത്യാശയുള്ളവരായിരിക്കണം, ദുഃഖിക്കുന്ന ആവരുത്. അതുകൊണ്ടാണ് എപ്പോഴും സന്തോഷിപ്പീൻ എന്ന് ഈ ദൈവത്തിൽ പറഞ്ഞിരിക്കുന്നത്. जो बहुमूल्य विषय है कि हम जो आशा रखे तो दूसरों के समान नहीं है, आशा के साथ बनी रखना है कि इसलिए बाइबल का वचन कहता है कि हमेशा आनंद में रहो, आनंद रहो. ഇത് 5-ാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അങ്ങനെ പേഴ്സണൽ ജീവിതത്തെ കുറിച്ച് വന്നിട്ട് അത് കുടുംബജീവിതത്തിലൂടെ കടന്ന് ദൈവസഭയോടുള്ള ബന്ധത്തിൽ വന്ന് പുറത്തുള്ള കാര്യങ്ങളെ വന്ന ശേഷമായി മരണാനന്തര പ്രത്യാശയെ കുറിച്ച് നാം അറിവുള്ളതായിരിക്കണം ദൈവം ആഗ്രഹിക്കുന്നു. അതിനുശേഷമായി പറഞ്ഞിരിക്കുന്നത് എന്ന് കർത്താവ് വരും എന്നുള്ളതിനെ കുറിച്ച് ചഞ്ചലപ്പെട്ടു പോകരുതെന്നാണ് അതിന്റെ 5-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന ദൈവത്തിന്റെ ആഗ്രഹം, ദൈവത്തിന്റെ ഉദ്ദേശം. व्यक्तिगत तौर से जो शुद्धिकरण के बारे में कहते हैं और परिवारिक शुद्धिकरण और कलीसिया के साथ बाहर के लोग के साथ कैसा रखना और मृत्यु के बाद जो आनंददायक जीवन के बारे में बता के यीशु मसीह की आगमन जो कब होने वाला है, यीशु मसीह के आगमन के बारे में जो बताने के लिए 5वां आयत में इस्तेमाल किया है. ഇന്ന് അനേകരും എന്തെങ്കിലും ഒരു പ്രത്യേക സംഭവം നടക്കുമ്പോൾ അത് കണ്ടിട്ട് പെട്ടെന്ന് ഇളകിപ്പോവുകയും ഞെട്ടിപ്പോവുകയും ഇപ്പൊ കർത്താവ് വിളിച്ചു പറയിപ്പിക്കാറുണ്ട്. आजकल कुछ संभव होने के समय वो देख के लोग चकित होके हमें ये संभव के द्वारा यीशु मसीह अभी आएंगे करके जो प्रचार करते हुए आप देखते हैं. അപ്പോൾ അങ്ങനെ ആകാൻ നമ്മൾ അങ്ങനെ ചഞ്ചലപ്പെട്ടു പോകുന്ന 2 തെസ്സലോനിക്ക ലേഖനത്തിൽ 2-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ 2-ാം അധ്യായം 2-ാം വാക്യം, കർത്താവിന്റെ നാൾ അടുത്തിരിക്കുന്നു എന്ന് വെച്ച് നിങ്ങൾ വല്ല ആത്മാവിനാലോ വചനത്താലോ ഞങ്ങൾ എഴുതുന്ന പാവത്തുള്ള ലേഖനത്താലോ സുബോധം വിട്ട് വേഗത്തിൽ ഇളകി ഞെട്ടിപ്പോകുകയും വരുന്നത്. आमीन. इसलिए कई लोग उसी बातों में चंचल हो जाता है. इसी कारण 2 थिस्सलुनी 2 अध्याय उसके 2 आयत में लिखा है कि किसी आत्मा या वचन या पत्री के द्वारा जो कि मानो हमारी ओर से ही हो, यह समझकर कि प्रभु का दिन आ पहुंचा है, तुम्हारा मन अचानक अस्थिर ना हो जाए और ना तुम घबराओ. 5-ാം അധ്യായം 6-ാം വാക്യം ഇപ്പം വായിക്കുന്നത് മനസ്സിലാകുന്നത് എന്താണ് സുബോധം എന്നുള്ളതിന്റെ അർത്ഥം അത് മനസ്സിലാക്കാൻ സാധിക്കും. 5-ാം അധ്യായം 6-ാം വാക്യം ഇങ്ങനെ പറയുന്നത്, ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമായിരിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത്. സുബോധമുള്ളവരായിരിക്കണം. क्योंकि ये 5वां अध्याय उसके 4वां आयत में जो लिखा है, हम दूसरों के समान सोते हुए ना बैठना, जो होश में परमेश्वर के लिए बैठना चाहिए करके वचन कहता है. അപ്പോൾ നാം എപ്പോഴും കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങുന്നവരായിരിക്കണം. ഏതെങ്കിലും ഒരു കാര്യം കണ്ടാൽ ഒരുങ്ങുന്നവരാകരുത്. അവരെ വേണ്ടി സുബോധത്തോടെ ഒരുങ്ങി പാർക്കണമെന്നാണ് ദൈവത്തിന്റെ ഇഷ്ടം. അതാണ് 6-ാമത്തെ परमेश्वर का इच्छा ये दिखा रहा है कि हमें किसी बातों को सुनकर अचानक जाग उठने का विषय में नहीं है. हम और दूसरे लोगों के समान जो नहीं होना चाहिए, जो सावधान रहना चाहिए, पर जागते हुए कुछ संभव देख के जल्द जाग उठने की अवस्था में नहीं होना चाहिए, पर जागते और सावधान रहना चाहिए. ലക്ഷണങ്ങളൊക്കെ അതൊക്കെ നേരത്തെ മുതലുള്ള കാര്യങ്ങളാണ്. ലക്ഷണങ്ങളെ കണ്ടു തുടങ്ങും. ലക്ഷണങ്ങൾ കണ്ടല്ല ഒരു വിശ്വാസം ഒരുങ്ങേണ്ടത്, ലക്ഷ്യം കണ്ടാണ് ഒരുങ്ങേണ്ടതാണ് ഇവിടെ പറഞ്ഞിരിക്കേണ്ട അർത്ഥം. അതുകൊണ്ട് നാം സുബോധം വിട്ടുപോകരുത്. യുദ്ധം വന്നു, കോവിഡ് വന്നു, എല്ലാവരും പെട്ടെന്ന് ഞെട്ടി കർത്താവ് വരുമെന്ന് പറഞ്ഞു, അത് മാറിപ്പോയി. ഇപ്പോൾ യുദ്ധം വരുന്നു, പ്രിയപ്പെട്ട അതൊക്കെ വരികയും പോവുകയും ചെയ്ത ലക്ഷണങ്ങളാണ്. എന്നാൽ ഏത് സമയത്തും കർത്താവിന്റെ വരവിന് വേണ്ടി എടുക്കപ്പെടുവാൻ നാം സുബോധമുള്ളവരായി നാം എപ്പോഴും കാത്തിരിക്കണം. അത് നമ്മളെ കള്ളനെന്ന പോലെ പിടിക്കാൻ വേണ്ടിയുള്ളവരല്ല, നാം എപ്പോഴും ഒരുക്കമുള്ളവരായിരിക്കണമെന്ന് രാത്രി പരിശുദ്ധമാവും ഇഷ്ടം വെളിപ്പെടുത്തും. हम निशानी देख के जाग उठने वाला नहीं होना चाहिए, लक्ष्य देख के जाग उठना चाहिए. क्योंकि जब समस्या कुछ आता है, सुनामी आने के समय लोग बोला यीशु मसीह अभी आएंगे, और जो हमें और कुछ संभव होने के समय, अभी युद्ध लड़ाइयां होने के समय भी कहता है जो यीशु मसीह आएंगे करके, वैसा निशानी देखिए जल्दी जाग उठने वाला ना होना चाहिए. कभी भी यीशु मसीह आएगा तो जाने के लिए तैयारी होकर हमें रहना चाहिए. അതുകൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടം നാം എപ്പോഴും സുബോധമുള്ളവരായി യേശു കർത്താവിന്റെ കാഹളം എപ്പോൾ ധ്വനിച്ചാലും അവനോട് കൂടി എടുക്കപ്പെടുവാനുള്ള ആ സുബോധത്തോടു കൂടി ജീവിക്കണമേ എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ ഇഷ്ടം അത് നമ്മളെ ഇന്ന് രാത്രി വെളിപ്പെടുത്തുന്നു. हम सावधान रहना चाहिए. जो परमेश्वर का तुरही भूखा जाएगा, तभी उनके संग उठा लिया जाने के लिए हर वक्त हम
जागते हुए सावधान रहना चाहिए, यह परमेश्वर का इच्छा है। ഏഴാമത്തെ ദൈവത്തിന്റെ ഇഷ്ടം ഇവിടെ പറഞ്ഞിരിക്കുന്നത് കർത്തൃദാസന്മാരെ, വേലയിൽ അധ്വാനിക്കുന്നവരെ എങ്ങനെ സ്നേഹിക്കണം എന്ന് ദൈവാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്ന അതിന്റെ 5-ാം അധ്യായം 12-13 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയതാണ് പറഞ്ഞിരിക്കുന്നത്. जो 5वां अध्याय उसका 12 और 13 आयत में लिखा हुआ है कि जो परमेश्वर का सेवकाई करने वाला सेवक लोगों को किसी तरह आदर किया जाए, उन्हें कैसा देखभाल करना के बारे में ജീവിതവും മറ്റുള്ള ജീവിതവും കാണുമ്പോൾ പല ദൈവദാസന്മാരുടെ മക്കൾക്ക് ദൈവവേലയ്ക്ക് ഇറങ്ങാൻ തോന്നത്തില്ല. കാരണം അപാന്തരീക്ഷത്തിന്റെ കാര്യം കാണുമ്പോൾ അങ്ങനെ ആയതുകൊണ്ട് അനേകർ ദൈവവേലയ്ക്ക് ഇറങ്ങാതിരിക്കുന്നത്. कई सारे परमेश्वर के दास लोगों के बच्चे लोग वो परमेश्वर का सेवकाई के लिए नहीं उतरता है। उसके कारण यही है कि परमेश्वर के दास लोग सेवकाई करने के समय उनका जिंदगी के अवस्था को देखकर, उनके हालत को देखकर उनके बच्चे लोग सेवकाई में जल्दी नहीं उतरते। ഒരു പ്രത്യേക സഭയെ കുറിച്ച് എനിക്കറിയത്തില്ല, പക്ഷെ കോമൺ आയിട്ടുള്ള ഒരു കാര്യത്തിൽ मैं कोई व्यक्ति तो व्यक्तिगत तौर से किसी कलीसिया के बारे में नहीं जानता हूँ, लेकिन मैं जो प्रेज़ द लॉर्ड जो सभी जगह में होते हुए विषय के बारे में करता हूँ। ഇവിടെ 15-13 വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവ് നിങ്ങളെ ഭരിക്കുകയും പ്രബോധിപ്പിക്കുകയും ചെയ്യുന്നവരെ അറിഞ്ഞ് അവിടെ വേല നിമിത്തം ഏറ്റവും സ്നേഹത്തോടെ വിചാരിക്കണമെന്ന് നിങ്ങളോട് 12-13 आयत में जो लिखा है कि हे भाइयों, हम तुमसे विनती करता हूँ कि जो तुमसे परिश्रम करते हैं और प्रभु में तुम्हारे अगुवे हैं और तुम्हें शिक्षा देते हैं, उन्हें मानो और उनका काम का कारण प्रेम के साथ उनको बहुत ही आदर के योग्य समझो। ഇംഗ്ലീഷ് പറയുന്നത് എസ്റ്റീം ലവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും അധികമായി ദൈവത്തിന്റെ ദാസന്മാരെ ദൈവവേലയ്ക്ക് കഷ്ട സഹിക്കുന്നു സ്നേഹിക്കണം. നമുക്കറിയാം, നാടും വീടും കൂടും ഒക്കെ വിട്ട് സ്ഥലങ്ങളിൽ പോയി കർത്താവിന് വേണ്ടി കഷ്ട സഹിച്ച ദൈവദാസന്മാരുടെ കുടുംബങ്ങളെ ഒരിക്കലും നാം അവഗണിച്ച് കളയരുത്. അവരെ ഏറ്റവും അധികമായി കർത്താവിൽ സ്നേഹിക്കണമെന്ന് ദൈവത്തിന്റെ ഇഷ്ടം. कहता है कि जो परमेश्वर के सेवकाई करने वालों को अधिक प्रेम करना चाहिए, क्योंकि हम जानते हैं कि गांव अपने घर परिवार को सब छोड़ के दूसरे जगह में जाके सेवकाई करता है, उन्हें हम ज्यादा से ज्यादा आदर देना चाहिए। അവര് മാതൃകയുള്ളവരാണെങ്കിൽ, ദൈവവേലയ്ക്ക് അധ്വാനിക്കുന്നവരാണെങ്കിൽ, കർത്താവിൽ ഭരിക്കുവാനും പ്രബോധിപ്പിക്കുവാനും ഉള്ള ജീവിതമുള്ള ദൈവദാസന്മാർ ആണെങ്കിൽ അവരെ ഏറ്റവും അധികമായി ബഹുമാനിക്കണം. അങ്ങനെയുള്ളവരെയാണ് ദൈവം ദൈവസഭകളുടെ മൂപ്പന്മാരായി നിയമിച്ചിരിക്കുന്നത്. परमेश्वर का हमें सेवकाई अच्छी तरह से करता है, जो कलीसिया को अच्छा चलाता है, हमें अच्छा संभालता है, तो परमेश्वर उन्हें कलीसिया का जो बुजुर्ग बना के खड़ा किया है, तो उनको हम ज्यादा ഗവൺമെന്റ് ഓഫീസിലേക്ക് പോവുകയാണെങ്കിൽ അവിടെയുള്ള ജോലിക്കാർ ഇവിടുത്തെ ലോക്കൽ ഗവൺമെന്റിന്റെ വേലക്കാരാണ്. നാം അവരെ എങ്ങനെയാണ് ബഹുമാനിക്കുന്നത്? जानते हैं कि यहाँ के एक गवर्नमेंट ऑफिस में जाएगा तो हम कैसा उसको आदर किया जाता है। എന്നാൽ പലപ്പോഴും ദൈവത്തിന്റെ സഭകളിൽ ദൈവദാസന്മാർക്ക് ലഭിക്കേണ്ട ബഹുമാനം ലഭിക്കാറുണ്ടോ എന്നുള്ളത് ദൈവം രാത്രി നമ്മുടെ കുറവുകളെ ചൂണ്ടിക്കാണിക്കുന്നു. रात को हम परखना कि दास लोगों को उन्हें मिलना चाहिए उसी आदर उस कलीसिया में मिलता है क्या, ये ढूंढ ഉണ്ടായിരിക്കണം. ദൈവദാസന്മാർ ദൈവമക്കളെ സ്നേഹിക്കുന്നവരായിരിക്കണം, ജീവൻ സ്നേഹിക്കുന്നവരായിരിക്കണം. वैसा कि परमेश्वर के दास लोग उस कलीसिया को, प्रभु के बच्चों को ज्यादा दिल से प्रेम करने वाला होना चाहिए। അതിന്റെ 8ാമത്തെ കാര്യമായി ദൈവം ആഗ്രഹിക്കുന്നത് തമ്മിൽ സമാധാനമായിരിക്കും. സഹോദരന്മാരെ, നിങ്ങളെ പ്രബോധിപ്പിക്കുന്നത് പറഞ്ഞിട്ടാണ് എല്ലാവരും ദൈവസഭയിൽ ദൈവമക്കളും ദൈവദാസന്മാരും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ സമാധാനമായിരിക്കണം. എന്നാൽ ദൈവത്തിന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന പൈശാചികനാണ് അനിഷ്ടങ്ങളെ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ സഭാ ജീവിതത്തിൽ കൊണ്ടിടുന്നത്. ഞാൻ ഈ പറഞ്ഞു പോകുന്ന കാര്യങ്ങളൊക്കെ ദൈവത്തിന് ഇഷ്ടമാണെങ്കിൽ നമ്മുടെ പ്രതിയോഗിയായിരിക്കുന്ന സാത്താൻ ഇതൊന്നും ഇഷ്ടമുള്ള കാര്യമല്ല. जो 8वां विषय है कि हम आपस में जो मेल मिलाप में रहना चाहिए, एक दूसरे से हमें मिलजुल कर मेल मिलाप में होना चाहिए, क्योंकि उसके अनुसार नहीं चलने के लिए शत्रु कोशिश करेंगे, लेकिन हम जो करते हुए काम परमेश्वर को पसंद है तो शैतान बिल्कुल पसंद नहीं करता। പ്രശ്നങ്ങൾ പലയിടത്തും ഉടലെടുക്കുന്നത്
വ്യക്തിപരമായ ജീവിതത്തിൽ കുടുംബജീവിതം ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ തിരിഞ്ഞ് പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ ഇതിന് മുമ്പോട്ട് പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നമ്മൾ ദൈവത്തിന്റെ ആഗ്രഹത്തിന് നാം ജീവിക്കാൻ ആഗ്രഹിക്കുമ്പോൾ അതിനെ തടയുന്ന സാത്താന്യ ശക്തി അത് എപ്പോഴും പ്രബലമായി നിൽക്കും. അതിനെ നാം ജയിച്ചു വേണം. पीछे और आगे को देख के पढ़ के देखिएगा तो हमको मालूम है हम परमेश्वर की इच्छा के अनुसार खड़ा होने के समय उसको रोकने के लिए उसको प्रेज़ द लॉर्ड आगे बढ़ने को नहीं देते हुए शत्रु हमें खड़ा हो जाता है. वो बातों को समझकर हम आगे बढ़ना चाहिए. ശുദ്ധീകരണം പ്രാപിച്ച് വളർച്ച പ്രാപിച്ച് മുമ്പോട്ട് പോകുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധ പറയുക, ദൈവത്തിന് ഇഷ്ടം വെളിപ്പെടുത്തുക, ക്രമക്കെട്ടവരെ ബുദ്ധി ഉപദേശിക്കണം. अब जो पवित्र होकर परमेश्वर के वचन के अनुसार आगे बढ़ने के हम प्रेज़ द लॉर्ड आगे बढ़ने के समय प्रेज़ द लॉर्ड जो हमें सहनशीलता में आगे बढ़ना चाहिए और जो हमें बराबर नहीं चल रहा है उनको समझाकर आगे लेके जाना चाहिए. അപ്പോൾ ഈ വളർച്ച എത്താത്ത ആൾക്കാരെ കാണുമ്പോൾ അവരോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവർക്ക് ബുദ്ധി ഉപദേശം കൊടുക്കുകയും ചെയ്യണം. അതല്ലാതെ കുറ്റം പറഞ്ഞ് നടക്കുകയല്ല ചെയ്യേണ്ടത്. हमें जो प्रेज़ द लॉर्ड परिपक्व में नहीं बढ़ा है उनको प्रेज़ द लॉर्ड देखने के समय हमें प्रेज़ द लॉर्ड अगर जो सीधा नहीं चलता है, ठीक चाल नहीं चलता है, उनको देख के उनका बुराई करते नहीं चलना चाहिए. അവരുടെ നാം ചെയ്യേണ്ട കാര്യം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരെ ബുദ്ധി ഉപദേശിക്കുക എന്നുള്ളത് ദൈവവചനത്തിൽ ദൈവം ആഗ്രഹിക്കുന്ന കാര്യമാകും. परमेश्वर के वचन कहता है हम उसको समझाना चाहिए और उनके लिए प्रार्थना करना चाहिए, उन्हें ऐसा आगे लेके आना है. പിന്നെ 10ാമത്തെ കാര്യം ദൈവം പറയുന്നത് ഉൾക്കരുത്തില്ലാത്തവരെ നമ്മൾ ധൈര്യപ്പെടുത്തണം. जो हमें 10वां विषय में ऐसा कहता है कि जो प्रेज़ द लॉर्ड कायरों को जो टाटस देना चाहिए. എല്ലാവരും ഒരുപോലെ ധൈര്യമുള്ളവരല്ല. പലരാണ്, നമുക്കറിയാം, പല വിഷയങ്ങളിൽ നമുക്കൊക്കെ ബലഹീനതകളും നമ്മുടെ സ്ഥൈര്യം പോകുന്നവരുമാണ്. जो सभी लोग एकदम हमें दृढ़ नहीं है, जो इसलिए जो कमजोर लोग है या खैरों को जो टाटस देना चाहिए. ഒരിക്കലും ആരുടെയും ധൈര്യം കെടുത്തുന്നവരാകരുത് എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. നാം എല്ലാവരെയും ക്രിസ്തുവിൽ വചനത്തിൽ ധൈര്യപ്പെടുത്തുന്നവരായിരിക്കണം. कभी भी किसी को हम कमजोर करने वाला नहीं होना चाहिए. हम परमेश्वर के वचन के द्वारा उन्हें प्रेज़ द लॉर्ड जो टाटस देने वाला होना चाहिए. മക്കളെ കുറിച്ച് പറയുന്നത് അവർ കോപിച്ചു പോകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ അവരുടെ അധൈര്യപ്പെടുത്തരുന്ന, കാരണം അവരുടെ ധൈര്യം കെട്ടുപോകും. അപ്പോൾ മക്കളോട് ഇടപെടുന്നത് പോലും അവരുടെ ജീവിതത്തെ നോക്കി അവരെ ധൈര്യപ്പെടുത്തുന്ന രീതി വേണം നമ്മളോട് ഇടപെടുവാനായിട്ട്. जो बच्चों के बारे में लिखने के समय भी करता है वो तो गुस्सा वाला ना होने के लिए उन्हें प्रेज़ द लॉर्ड ऐसा जो खैरों के समान नहीं करना. ഉൾക്കരുത്തില്ലാത്തവരെ ധൈര്യപ്പെടുത്തണം. രാത്രിയിൽ ആരെങ്കിലും ഈ സന്ദേശം കേൾക്കുമ്പോൾ ഏതെങ്കിലും വിഷയമായി ധൈര്യഹീനരായിട്ടായിരിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ വചനം നമ്മോട് സംസാരിക്കുന്നു. പരിശുദ്ധാത്മാവ് നമ്മെ ധൈര്യപ്പെടുത്തുന്നു. ദൈവം പറഞ്ഞിരിക്കുന്നത് ഞാൻ എല്ലാ നാളും നിന്നോട് കൂടിയുണ്ട്. ഏത് വിഷയത്തിന് ഭാരപ്പെടുന്നുവോ അതിന്മേൽ ധൈര്യം പകരുവാൻ ദൈവത്തിന്റെ വചനമുണ്ട്. അതുകൊണ്ട് പറയുന്നത് ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ടെന്നുള്ള വചനം പറയുന്നു. അങ്ങനെ ദൈവവചനം പറഞ്ഞ് ഉൾക്കരുത്തില്ലാത്തവരെ നമ്മള് ധൈര്യപ്പെടുത്തണം. ധൈര്യഹീനരായിരിക്കുന്നവരെ ധൈര്യപ്പെടുത്തുന്നത് ദൈവത്തിന്റെ ഹിതമാണ്. അത് നാം ഓരോരുത്തരും ചെയ്യേണ്ടതാകുന്നു. अगर इसमें कोई कमजोर अवस्था में बैठा है तो हमें प्रेज़ द लॉर्ड उनको हियाब देना चाहिए, उन्हें ठाटस देना चाहिए, उन्हें प्रेज़ द लॉर्ड आगे बढ़ाना चाहिए. प्रभु कहता है मैं हर दिन में तुम्हारे साथ रहूंगा, इसलिए उन्हें वचन बोल के समझाना चाहिए कि प्रभु कहता है कि मैं प्रेज़ द लॉर्ड हमेशा तुम्हारे साथ रहूंगा, मैं तुम्हें ना छोड़ूंगा करके कहते हुए जैसा अगर कोई जो खैरों को देखेगा तो उन्हें टाटस देना चाहिए. ദൈവത്തിന്റെ ഇഷ്ടം 14ാമത്തെ കാര്യമായി ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബലഹീനരെ നാം താങ്ങണം. ഞാൻ വേഗത്തിൽ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകാൻ ആഗ്രഹിക്കുക. और 11 बातें है कि जो हमें प्रेज़ द लॉर्ड निर्बलों को संभालना. ബലഹീനരായിരിക്കുന്നവരെ നാം താങ്ങണം. ഒരാള് ബലഹീനമായ അവസ്ഥയിലായിരിക്കുമ്പോൾ അവരെ താങ്ങേണ്ടതായ ദൈവസ്നേഹം പ്രദർശിപ്പിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. अगर कोई निर्बल होकर बैठता है उन्हें प्रेज़ द लॉर्ड जो बल देकर उन्हें संभाल कर आगे लेके जाना ये हमारा कर्तव्य. നാം എല്ലാവരോടും ദീർഘക്ഷമ കാണിക്കുന്നവരായിരിക്കണം. हम सभी लोगों के साथ सहनशीलता दिखाना चाहिए. പ്രിയപ്പെട്ടവരെ, ഇത് പറയുമ്പോഴും പ്രസംഗിക്കുമ്പോഴും പഠിപ്പിക്കുമ്പോഴൊക്കെ എളുപ്പമാണ്. പക്ഷേ ജീവിതത്തിന്റെ പ്രായോഗിക നിലവാരത്തിലേക്ക് കൊണ്ടുവരുവാൻ വളരെയധികം പ്രയാസമുണ്ട്. എങ്കിലും ദൈവം പറയുന്നു നാം ദീർഘക്ഷമ കാണിക്കുന്നവരായിരിക്കണമെന്ന്. അത് ദൈവത്തിന്റെ ഇഷ്ടമാകുന്നുവെന്ന് ഇന്ന് രാത്രി ഓർപ്പിക്കുന്നു.
बोलने के समय सुनने के समय हमको बहुत अच्छा लगता है, एकदम हमें साधारण विधि से कर सकता है, लेकिन अपने जीवन में ये लेके आना बहुत जरूरी है। ये परमेश्वर की इच्छा है कि वो सृजनशीलता दिखाना। 13 പറഞ്ഞിരിക്കുന്നത് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത്. और प्रेज़ द लॉर्ड आगे कहता है कि तुम प्रेज़ द लॉर्ड किसी की भी बुराई के बदले बुराई ना करे। ദൈവം പറയുന്നത് തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക എന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത്. बुराई से ना हारो, बुराई के बदले भलाई करके जीतो करके वचन करते हैं। 14 ദൈവത്തിന് ഇഷ്ടമായ ഒന്ന്, നാം തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കണം. പറഞ്ഞിരിക്കുന്നത് എപ്പോഴും നന്മ ചെയ്തുകൊണ്ടിരിക്കുകയും. और जो हम प्रेज़ द लॉर्ड किसी को बुराई के बदले बुराई ना करे, पर सदा भलाई करने पर तत्पर रहो आपस में, और सबसे भी भलाई की काम करें। ദൈവവചനം നന്മയുടെ വചനമായതുകൊണ്ട് ദൈവത്താൽ ജനിക്കപ്പെട്ടവർക്ക് തിന്മ ചെയ്യുവാൻ കഴിയത്തില്ല. പ്രിയപ്പെട്ടവരെ, അവര് നന്മ ചെയ്യുന്നതിൽ ഉത്സാഹമുള്ളവരായിരിക്കും. രാത്രിയിൽ ദൈവത്തിന്റെ ഹിതം നമ്മളെ വെളിപ്പെടുത്തുന്നത് നാം നന്മ ചെയ്യുന്നതിൽ ശുഷ്കാന്തിയുള്ളവരായിരിക്കണമെന്ന് ദൈവാത്മാവിടെ രേഖപ്പെടുത്തിയ ദൈവത്തിന് ഇഷ്ടമാണ്. परमेश्वर के वचन कहता है, हम जो प्रभु से जन्म हो गया हुआ सभी लोग जो भलाई करते रहेंगे, इसलिए हम भलाई में आगे बढ़ना चाहिए। और वो प्रभु की इच्छा है, हमें जो बुराई नहीं करना, बुराई में भलाई से जीत के आगे बढ़ना प्रभु का इच्छा है। ഇടപെടാ എപ്പോഴും സന്തോഷിപ്പീൻ. അത് നമ്മുടെ ആപ്തവാക്യമായിട്ട് എടുത്തിരിക്കുന്നതാണ്. ഈ ഗോഡ്സ് മിഷന്റെ പ്രാർത്ഥനയുടെ ചെയിൻ പ്രയറിലെ വിഷയം അതായിരുന്നു. എപ്പോഴും സന്തോഷിപ്പീൻ എന്നുള്ള വിഷയത്തോട് ബന്ധത്തിലാണ് ചിന്തിച്ചുകൊണ്ടിരുന്നത്. और इस हमें विषय के बारे में हम ये चिंता कर रहे थे कि हम कहता है कि सदा आनंदित रहो, ये सदा आनंदित रहो, उसी विषय के बारे में आज हम ये वचन को पढ़ रहा है। അപ്പൊ നമുക്കറിയാം, എപ്പോഴും നമ്മൾ സന്തോഷിക്കരുതല്ലോ. ആത്മാവിന്റെ സന്തോഷത്തിന്, അകത്തെ മനുഷ്യ സന്തോഷത്തെ കുറിച്ച് പറയുന്നത്. പുറമേയുള്ള മനുഷ്യന്റെ കഷ്ടവും ദുഃഖവും പ്രയാസമൊക്കെ ഉള്ളപ്പോഴും അകത്തെ മനുഷ്യൻ എപ്പോഴും ആത്മീയ മനുഷ്യൻ സന്തോഷമുള്ളവനായിരിക്കണം. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എപ്പോഴും സന്തോഷിക്കുന്നു പറഞ്ഞിരിക്കുന്നത്. जो हमें अंदर के मनुष्य हमेशा आनंदित रहना, जो आत्मिक व्यक्ति हमेशा आनंद में रहना। बाहर के जो मनुष्य उनको संकट क्लेश दुख सब होता है, लेकिन जो अंदर के मनुष्य निरंतर आनंद में सदा आनंद में रहना है, वो है यहाँ पर कहता है सदा आनंद रहो। കഷ്ടവും നഷ്ടം വരുമ്പോൾ നമുക്ക് സന്തോഷിക്കാൻ കഴിയത്തില്ല. എന്നാൽ ആ കഷ്ടനഷ്ടങ്ങൾ വരുമ്പോൾ ഭൗമികമായിരിക്കുന്ന ജീവിതത്തിലുള്ള ബന്ധത്തിൽ നമുക്ക് കഷ്ടനഷ്ടങ്ങൾ വരുമ്പോൾ സങ്കടം വരാം, നമുക്ക് ദുഃഖം വരാം. എന്നാൽ അകത്തെ മനുഷ്യനെപ്പോഴും സ്തോത്രം ചെയ്യണം. ഇതൊക്കെ താൽക്കാലികമാ, എന്റെ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കും എന്നുള്ള സന്തോഷം എപ്പോഴും അകത്ത് നമുക്കുണ്ടായിരിക്കണം. कष्ट नष्ट हमारे जीवन में आने के समय जो दुख हो सकता है, लेकिन वो बाहर के मनुष्य को आता है, लेकिन अंदर के मनुष्य हमेशा उसी में आनंदित होना चाहिए कि ये कष्ट नष्ट हमारा विश्वास जीवन में आएंगे, लेकिन हमें प्रभु में जो हम आनंदित होना चाहिए। യേശു പറഞ്ഞു, ഞാൻ എന്റെ സമാധാനം, എന്റെ സന്തോഷം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നതിന്റെ അർത്ഥം ക്രിസ്തുവിന്റെ സന്തോഷം. നമുക്ക് ഭൗമികമായ ജീവിതത്തിലുള്ള ബന്ധത്തിൽ നോക്കുമ്പോൾ സന്തോഷിക്കാൻ കാണത്തില്ല. എന്നാൽ നമ്മളെ കുറിച്ചുള്ള ദൈവത്തെ വിളിയെ കുറിച്ച് ഓർക്കുമ്പോൾ, നമ്മുടെ ഭാവിയെ കുറിച്ച് ഓർക്കുമ്പോൾ നമുക്ക് എപ്പോഴും ഏത് സമയത്തും സന്തോഷിക്കാൻ കഴിയും. അതുകൊണ്ടാണ് അവരൊക്കെ ജയിലറയിൽ കിടന്നപ്പോൾ സന്തോഷിക്കാൻ കാരണം. അവർ കണ്ടത് അവർക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന സ്വർഗീയ മഹിമയാണ് കാണുവാൻ ഇടയാത്തത്. हमें जो प्रभु में आनंद रहने के बारे में कहता है कि जो प्रेज़ द लॉर्ड जो पहले का जो लोग है, उन लोग जब कैदी खाना में पड़े रहा, उसने अपने लिए तकलीफ इसलिए उठा है कि उनके अंदर वो आनंद है। प्रेज़ द लॉर्ड जो मसीह में जो आनंद अंदर रखने के द्वारा वो बाहर इतने सताव पीड़ाएं वो सह लिया है। ഇവിടെ പറയുന്നത് എപ്പോഴും ഇടപെടാതെ പ്രാർത്ഥിക്കുന്ന, നമ്മുടെ ഏത് ആവശ്യമുണ്ടെങ്കിലും നാം ദൈവത്തോട് അറിയിക്കണം. അതാണ് ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ എന്ന് പറഞ്ഞത്. നമ്മുടെ ആവശ്യങ്ങൾ വരുമ്പോൾ, നമ്മൾ ആവശ്യങ്ങൾ ചെയ്യുന്നതിന് മുമ്പ് ദൈവസന്നിധിയിൽ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു പോകാമെങ്കിൽ, ദൈവത്തിൽ ഏൽപ്പിക്കാമെങ്കിൽ പരാജയപ്പെടുവാൻ ദൈവം സമ്മതിക്കുന്നത്. ഇടപെടാതെ പ്രാർത്ഥിപ്പീൻ. निरंतर प्रार्थना में लगी रहो। हमारा जो जरूरत है वो सब कुछ प्रभु के पास हम हमेशा बोलते रहेगा, तो हम निराश होने के लिए बात नहीं होएंगे, और निरंतर प्रार्थना में लगी रहो करके प्रभु के वचन कहता है। പലപ്പോഴും നാം നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് പലതും ചെയ്തിട്ട് വിഷയങ്ങൾ കുഴഞ്ഞു കഴിയുമ്പോഴാണ് പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നത്. പ്രിയപ്പെട്ടവരെ, എപ്പോഴും ഇടപെടാതെ ഏത് കാര്യത്തിന്റെ ആരംഭത്തിലും അതിന്റെ എല്ലാ കാര്യങ്ങളിലും ദൈവമായി നാം ദൈവത്തോട് സംസാരിക്കണം. ആവശ്യങ്ങളെ അറിയിക്കണം. നാം അത് ചെയ്യണം. അതെങ്ങനെ ഇടപെടാതെ പ്രാർത്ഥിക്കണം എന്നാണ് ദൈവത്തിൽ പറഞ്ഞിരിക്കുന്നത്. कभी कभी हम अपने आप को जो कुछ काम करके सब कुछ गड़बड़ होने के बाद
परमेश्वर के सामने जाके प्रार्थना करता है, लेकिन प्रभु कहता है कि सभी कामों के शुरुआत में हर वक्त जो निरंतर प्रार्थना में हम लगे रहना चाहिए। പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോഴെല്ലാം പ്രാർത്ഥിക്കാൻ തുടങ്ങേണ്ടത് പ്രിയപ്പെട്ടവരെ. ഏത് കാര്യത്തിന്റെയും ആരംഭത്തിൽ നാം പ്രാർത്ഥിക്കണം. അതുപോലെ പറയുന്ന എല്ലാറ്റിനും സ്തോത്രം ചെയ്യണം. സ്തോത്രം എന്ന യാഗം നാം ഇടപെടാതെ അർപ്പിക്കുകയും ചെയ്യണം. അത് ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന ദൈവത്തിന്റെ ഇഷ്ടമാണ്. समस्या आने के समय प्रार्थना करना नहीं, हमें निरंतर प्रार्थना करना है। उसी के साथ हर बातों के लिए हम धन्यवाद किया करना चाहिए। കാര്യങ്ങൾ പറഞ്ഞിട്ട് പറയുന്നതാണ് ക്രിസ്തു യേശുവിലേക്കുള്ള ദൈവത്തിന്റെ ഇഷ്ടമാണ്. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞ ശേഷമായിട്ട് അവിടെ കൊണ്ട് നിർത്താതെ നമ്മളെ തികവിലേക്ക് എത്തിക്കാൻ വേണ്ടിയാണ് പിന്നീട് അതിന്റെ അടുത്ത വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. കൃപാവരങ്ങളുള്ള ബന്ധത്തിൽ നാം എങ്ങനെയായിരിക്കണം, പരിശുദ്ധാത്മാവുള്ള ബന്ധത്തിൽ എങ്ങനെയായിരിക്കണം എന്നാണ് അതിന്റെ തുടർന്ന വാക്യങ്ങൾ പറയുന്നത്. 20-21 വാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നതാണ്. 19 മുതൽ ഉള്ള വാക്യങ്ങൾ അതാണ് പറഞ്ഞിരിക്കുന്നത്. 19 വാക്യങ്ങൾ जो हमें सभी बातों के लिए धन्यवाद करना, ये इधर तक बोल के कहता है कि ये परमेश्वर का इच्छा है करके यहाँ पर बता रहा है। उसकी बात आमीन करता है कि आत्मिक वरदानों के बारे में जो 19वां आयत से लिखा है। പറഞ്ഞിരിക്കുന്ന ആത്മാവിനെ കെടുത്തിക്കളയരുത്. കെടുക്കരുത് അതിനർത്ഥം നമ്മളിൽ കത്തിച്ചിരിക്കുന്ന ആ യാഗം, നമ്മൾ ദൈവത്തിന്റെ അഗ്നി നാം ഒരു വിധത്തിൽ കെടുത്തിക്കളയരുത്. और कहता है कि तुम आत्मा को ना बुझाओ, क्योंकि हमारे अंदर जो परमेश्वर ने दिया हुआ, परमेश्वर ने जलाया हुआ है, उसको कभी भी बुझाने का। പറയാണ് പ്രവചനം തുച്ഛീകരിക്കരുത്. പ്രവചനാത്മാവിലുള്ള സന്ദേശങ്ങൾ നമ്മൾ പറയുമ്പോൾ നാം അതിനെ നിസ്സാരമായി കാണരുത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിന്റെ ഇഷ്ടമാണ്, നാം അതിനെ തുച്ഛീകരിക്കാൻ പാടില്ല. कहता है कि जो भविष्यवाणियों को तुच्छ ना जाना, क्योंकि परमेश्वर के द्वारा दिया जाता है, उसको हम तुच्छ ना जानना चाहिए। 20ാമത്തെ കാര്യം പറയുന്നത് എല്ലാം ശോധന ചെയ്ത് നല്ലത് മുറുകെ പിടിപ്പീൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മള് ശോധന ചെയ്യണം, അതെ, നമ്മൾ നല്ലത് മുറുകെ പിടിക്കണം. जो विषय को कहता है कि सब बातों को परखो और जो अच्छी है उसे पकड़े रखो। जो हम सब कुछ बातों को परख कर उसमें से अच्छी बातों को चुनना चाहिए। 5-ാം 22-ാം വാക്യത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നു, അത് മൊത്തമായി കൺക്ലൂഡ് ചെയ്ത് പറയുകയാണ്, സകലവിധ ദോഷവും വിട്ട് അകലുവീ. 22वां आयत में जो सब कुछ हमें कंक्लूड करके बता रहा है कि सब प्रकार की बुराई से बचे रहो। അപ്പോൾ ദൈവത്തിന്റെ ഇഷ്ടം ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ ഉൾക്കൊണ്ട് നാം ജീവിക്കണം. അങ്ങനെയാണെങ്കിലേ നമുക്ക് വിശുദ്ധീകരണത്തിന്റെ പൂർത്തീകരണത്തിലേക്ക് എത്താൻ കഴിയത്തുള്ളൂ എന്നാണ് പരിശുദ്ധാത്മാവ് ഓരോ വിഷയങ്ങളോട് ബന്ധത്തിൽ നമ്മളെ കുറവുകളെ വെളിപ്പെടുത്തി നമ്മളെ ബോധിപ്പിക്കുന്നത്. परमेश्वर का हमें वचन ये प्रीस्टर लॉर्ड जो बातों को हमें ये देता है कि हम परमेश्वर के वचन में जब पवित्र होकर परिपक्व बनकर आगे बढ़ना है, ये परमेश्वर चाहता है, यह परमेश्वर की इच्छा है करके यहाँ पर हमें दिया गया है। രാത്രി സന്ദേശം അവസാനിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ ആഗ്രഹം ശുദ്ധീകരണമാണ്. ആ ശുദ്ധീകരണത്തിൽ നമ്മെ നടത്തി അതിൽ നിന്ന് 30 മേനിയിലും 60 മേനിയിലും 100 മേനിയിലേക്കും തികഞ്ഞ് ക്രിസ്തുവിന്റെ തികവിലേക്ക് എത്തുവാൻ, ആ ദൈവത്തിന്റെ ആ വിശുദ്ധീകരണത്തിന്റെ തികവിലേക്ക് എത്തുവാൻ ദൈവത്തിന്റെ ആഗ്രഹമാണ്. അതാണ് ദൈവത്തിന്റെ ഇഷ്ടം എന്നുള്ളത് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. यहाँ पर कहता है कि हमें परमेश्वर का जो इच्छा है कि हमें प्रीस्टर लॉर्ड उसका पवित्र धर्म के पूर्तिकरण में जाना है और 30 गुना 60 गुना 100 गुना फल देके जो पवित्रताई के आगे बढ़ना है करके परमेश्वर का इच्छा है, वो यहाँ पर करता है। 4-ാം 3-ാം വാക്യം ഞാൻ ഒന്നുകൂടെ വായിച്ചിട്ട് അവസാനത്തെ വാക്യം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇങ്ങനെ പറയുന്നത്, ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. परमेश्वर का जो लिखा हुआ है, जो वचन बोल के मैं आगे बढ़ना चाहता हूँ कि वहां पर कहता है कि परमेश्वर की इच्छा है तुम्हारा शुद्धीकरण। അതിന്റെ 23-ാം വാക്യത്തിൽ പറയുന്നത്, സമാധാനത്തിന്റെ ദൈവം തന്നെ നിങ്ങളെ മുഴുവനും ശുദ്ധീകരിക്കുമാറാകട്ടെ. എന്റെ അർത്ഥം, സമാധാനത്തിന്റെ ദൈവം പ്രവർത്തിപ്പാൻ, പരിശുദ്ധാത്മാവ് പ്രവർത്തിപ്പാൻ നാം എപ്പോഴും ദോഷം വിട്ടകന്ന് ജീവിക്കണം. അങ്ങനെയാണെങ്കിൽ ദൈവം പറയുന്നത് നമ്മുടെ ആത്മാവും പ്രാണനും ദേഹവും അശേഷം ദൈവത്തിന്റെ പ്രത്യക്ഷതയ്ക്ക് വേണ്ടി കുറവില്ലാതെയായി തീരുവാൻ നമ്മെ പണിതെടുക്കും എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. अरे क्योंकि प्रीस्टर लॉर्ड उसका 23वां आयत में लिखा है कि जो प्रीस्टर लॉर्ड हमारा प्राण और आत्मा सब कुछ हमें परमेश्वर के चरणों में एकदम पवित्र होकर एकदम हमें पवित्रताई के साथ आगे जाना चाहिए और प्रीस्टर लॉर्ड प्रभु यीशु मसीह के आगमन तक पूरे और निर्दोष और सुरक्षित रहना चाहिए.
തേജസ്സമേൽ തേജസ് പ്രാപിച്ച അവന്റെ അതേ പ്രതിരൂപവുമായി നാം രൂപാന്തരപ്പെടുവാൻ സ്വർഗം ആഗ്രഹിക്കുന്നതാണ് പിതാവിന്റെ ഇഷ്ടം. അനേക പുത്രന്മാരുടെ കൂടെ ഞാനും നിങ്ങളും ഉൾപ്പെടുവാൻ. ആരുടെ സന്ദേശം കേൾക്കുന്നുവോ? ദൈവത്തിന് ഇഷ്ടം അതാണ്. നാം അവനോട്, തന്റെ പുത്രനോട് സദൃശായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ആജ്ഞകൾ തരുമ്പോൾ സമാധാനത്തിൽ ദൈവത്തിന് പ്രവർത്തിപ്പാൻ നാം ഒരുക്കമുള്ളവരായി ജീവിക്കണം. അതാണ് ദൈവത്തിന് ഇഷ്ടമെന്ന് രാത്രി പരിശുദ്ധ നമ്മളെ ഓർപ്പിക്കുന്നു. महिमा से महिमा प्राप्त करके अनेक हमें पुत्रों का शुद्धिकरण के लिए जो यीशु मसीह ने उठाया हुआ क्लेश है, उसी के साथ हम भी मिलकर हमें उनके साथ या जो पवित्रीकरण के पूर्तिकरण में जाकर उनके साथ रहना है. ये प्रभु का इच्छा हमारे बारे में. നമ്മുടെ കഴിവുകൊണ്ട് അത് ചെയ്തെടുക്കാൻ കഴിയത്തില്ല. हमारा ताकत से सब कुछ करके लेने नहीं होगी. എന്നാൽ നമ്മളെ വിളിക്കുന്ന ദൈവം വിശ്വസ്തനാകുന്നു. लेकिन हमें बुलाया हुआ परमेश्वर विश्वस्त है. രാത്രിയിൽ ആ വിളിച്ച ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ സമർപ്പിക്കാൻ കഴിയട്ടെ. आज रात को बुलाए हुए परमेश्वर के हाथों में समर्पण करने के लिए हम तैयार हो जाएं. ദൈവമേ, ഇങ്ങനെ ഒന്ന് ജീവിക്കാൻ എനിക്ക് സ്വന്തമായി കഴിയത്തില്ല കർത്താവേ. परमेश्वर ऐसे जीने के लिए मुझे खुद से नहीं होगा प्रभु. എനിക്ക് പലപ്പോഴും ആഗ്രഹമുണ്ട്, പക്ഷേ പലപ്പോഴും ഞാൻ പരാജയപ്പെടാറുണ്ട്. कई बार मैं चाहता हूँ लेकिन मैं पराजित हो जाता हूँ. എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ സ്വന്തം കഴിവ് കൊണ്ടല്ല സാധിക്കുന്നത്. വിളിക്കുന്ന ദൈവം വിശ്വസ്തൻ. അവൻ നമ്മെ ആ വിശുദ്ധീകരണത്തിന്റെ കൂട്ടുകണത്തിലേക്ക് നയിച്ച് യേശു കർത്താവിന് വരവിന് വേണ്ടി ഒരുക്കിയെടുക്കുവാൻ ദൈവത്തിന്റെ ആത്മാവ് നമ്മളോട് നിരന്തരം ഇടപെട്ട് നാം നടക്കേണ്ടുന്ന വഴിയിൽ നമ്മെ നടത്തി പൂർത്തീകരിക്കുമെന്ന് രാത്രി ദൈവാത്മാവ് നമുക്ക് ഉറപ്പ് നൽകുകയാണ്. देखो, हमारा किसी के ताकत से, हमारा कोई परिश्रम से नहीं होंगे, लेकिन परमेश्वर की इच्छा के अनुसार उनके हमें लौटा उनके हाथों में समर्पण करके उनके इच्छा के अनुसार हमें वो चाहते हुए जैसा कि हम पवित्र राह में होकर आगे बढ़ने के लिए परमेश्वर चाहते हैं. ദൈവത്തിന്റെ ഇഷ്ടം തിരിച്ചറിയുവാൻ കഴിഞ്ഞുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. परमेश्वर का इच्छा क्या है करके समझने के लिए हमसे हुआ है करके मैं विश्वास करता हूँ. ദൈവത്തിന്റെ ഇഷ്ടം അറിഞ്ഞിട്ട് നാം ഒരുങ്ങാതിരുന്നാൽ ഏറെ അടികൊള്ളേണ്ടതായിട്ട് വരും. परमेश्वर की इच्छा जानते हुए हम तैयार नहीं होएगा तो हम ज्यादा मार खाना पड़ेगा. ദൈവം നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് നമ്മളെ ശിക്ഷിക്കുന്നത്. परमेश्वर हमें प्रेम करता है, इसलिए हमें शिक्षा भी देता है. രാത്രി ദൈവത്തോടെ കർത്താവേ, ഞങ്ങൾക്കൊന്നും അറിയേണ്ടത് പോലെ അറിയാൻ കഴിഞ്ഞിട്ടില്ല. आज आपको परमेश्वर से बोलेंगे, हे प्रभु, हमको जैसा जानना है वैसा अभी तक जानने के लिए नहीं हुआ है. രാത്രി സമർപ്പിക്കാൻ കഴിയും. കർത്താവേ, ഞങ്ങൾക്ക് ഇതുവരെയും ആകേണ്ടതുപോലെ ആകുവാൻ കഴിഞ്ഞിട്ടില്ല. आज आपको कितना लोग समर्पण कर सकता है, ये प्रभु, मैं जैसा होना चाहिए वैसा अभी तक नहीं हुआ है. കർത്താവേ, ഞങ്ങൾ പലപ്പോഴും അഹങ്കാരികളായി തീർന്നിട്ടുണ്ട്. प्रभु, हम कई बार घमंडी बन गया है. കർത്താവേ, ഞങ്ങൾ എല്ലാ തികഞ്ഞവരാം ചിന്ത ഞങ്ങളുടെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. अब कभी कभी हम सब कुछ हो गया है करके सोचने वाला चिंता हमारे जीवन में आता है. ഞങ്ങൾ പലപ്പോഴും മറ്റുള്ള കുറവുകൾ കണ്ടെത്തുന്ന, പക്ഷെ ഞങ്ങൾ സ്വന്തം കുറവുകളെ കാണാൻ ഞങ്ങൾക്ക് പലപ്പോഴും കഴിയാതെ പോയിട്ടുണ്ട്. हम कभी कभी दूसरे के कमी कटियों को ढूंढते हैं, लेकिन अपना कमी कटियों को नहीं ढूंढते हैं. ഈ പ്രാർത്ഥനയുടെ അവസാന സമയത്ത് സമർപ്പിക്കാൻ കഴിയുമോ? കർത്താവേ, എന്നെ ഒന്ന് പണിതെടുക്കണമേ. നിന്റെ ഇഷ്ടം എന്നെ വെളിപ്പെടുവാൻ കർത്താവേ എന്നെ ഒരുക്കിയെടുക്കണമേ. പരിശുദ്ധാത്മാവിനെ പ്രവർത്തിക്കണമേ എന്ന് ആത്മാർത്ഥമായി എത്ര പേർക്ക് സമർപ്പിക്കാൻ കഴിയും? അതിനായി ദൈവമായി കർത്താവ് സഹായിക്കട്ടെ. സമയം ഒരുക്കി തന്ന ഈ ടീമിനോട് നന്ദി പറയുന്നു. ഓർക്കുമ്പോൾ പ്രാർത്ഥിക്കണമെന്ന് അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്ന യേശുവർ അവരും സമയമായി. അതുകൊണ്ട് ഏത് നേരത്തും ഒരുക്കമുള്ളവരായി സമൂഹത്തോടിരിക്കാൻ നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ദൈവത്തിന് ഇഷ്ടം നിറവേറപ്പെടുവാൻ ദൈവങ്ങളെ ഏൽപ്പിക്കാം. ദൈവമായ കർത്താവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. അവന്റെ വരവെങ്കിൽ ഒന്നിച്ചെടുക്കപ്പെടുവാൻ ഇടയാകട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് വചനത്തിൽ വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. താങ്ക് യു. आखिरी समय में हम अपने आप को समर्पण करेंगे. हे पवित्र आत्मा, आप चाहते जैसा मुझे बना दे, मुझे तैयार कर दे करके अपने आप को समर्पण करते हुए प्रभु की आगमन के लिए हम तैयार हो जाएंगे. प्रभु हमें इस वचनों से आशीष करेंगे. मुझे अवसर दिया वो प्रभु के दास लोगों को धन्यवाद बोलते हुए वचन से बैठता हूँ. प्रभु हम सबको आशीष करें. आमीन.